കാരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസക്തിയെ സംബന്ധിച്ച് നിങ്ങളെപ്പോലെ ഈ രംഗത്ത് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളോട് എന്തെങ്കിലും ഒരു ഉപദേശം നൽകാൻ ഞാൻ അശക്തനാണ്. ഞാൻ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ നിലവിളക്ക് കൊളുത്തുമ്പോൾ തന്നെ കേരളത്തിൽ ആ നിലവിളക്കിൽ നിന്ന് വരുന്ന കരി നമ്മുടെ പല ക്ഷേത്രങ്ങളിലും നാം കത്തിക്കുന്ന എണ്ണയടക്കം എത്രമാത്രം മൃഗക്കൊഴുപ്പുകൾ ചേർന്നതും മായം ചേർന്നതുമാണ് എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം, വിശ്വാസി സമൂഹം ഏതെല്ലാം രീതിയിൽ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. എല്ലായിടത്തും മായം കലർന്ന ഭക്ഷണവസ്തുക്കളിൽ മാത്രമല്ല, സമൂഹത്തിൽ ആകെ മായം കലർത്തിയിരിക്കുകയാണ്. ഇവിടെ നടപ്പിലും നോട്ടത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലും എല്ലാം വളരെ ആസൂത്രിതമായ വിഷം കലർത്തിയ പ്രചാരവേലകളുടെ നടുവിലൂടെയാണ് കേരളം നടന്നു പോകുന്നത്. പരശുരാമൻ മഴുവെറിഞ്ഞ ഭൂമി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെയുള്ള ആലങ്കാരികമായിട്ടുള്ള വിശേഷണ പദങ്ങൾക്കിടയിലും കേരളം സത്യം പറഞ്ഞാൽ ഒരു മിത്ത് എങ്ങനെയാണോ, നമ്മളൊരു മിഥ്യയായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം, സാമൂഹ്യം, സാംസ്കാരികം തുടങ്ങിയ എല്ലാ മേഖലകളെയും കാർന്നു കൊണ്ടിരിക്കുന്ന ഒരു അപരവൽക്കരണത്തിൻ്റെ, സ്വത്വത്തിനോട് നിഷേധം പ്രകടിപ്പിക്കുന്ന ഒരു വലിയ ദുരന്ത കാലഘട്ടത്തിലൂടെയാണ് മലയാളി കടന്നു പോകുന്നത്. ഇവിടെ ഏതാണ് ശത്രു, ഏതാണ് മിത്രം എന്ന് പോലും നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നേയില്ല. അതിഭീകരമായിട്ടുള്ള ഒരു അസ്തിത്വ പ്രതിസന്ധിയെ മലയാളികൾ നേരിടുകയാണ്. എത്ര കാലം കേരളത്തിന് കേരളമായി നിലനിൽക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലുള്ള സംശയം BJP-ക്കാർക്കും RSS-കാർക്കും മാത്രമല്ല. രാവിലെ പത്രം എടുത്ത് വായിക്കുന്നവനും TV തുറന്നു വയ്ക്കുന്നവനും മുതൽ സമൂഹത്തിലെ ഓരോ വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? എങ്ങോട്ടാണ് കേരളം സഞ്ചരിക്കുന്നത്? ഒരുപക്ഷെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിൽ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ സാങ്കേതികമായി വേറെ ചില സംസ്ഥാനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. പക്ഷെ കേരളത്തിൽ നടക്കുന്നത് പോലുള്ള ഇത്രയും ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മറ്റെവിടെയാണ് നടക്കുന്നത്? ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ സ്വന്തം ഭാര്യയെ മൂർഖൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിച്ച ഒരു കൊലപാതകവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, മൂർഖൻ പാമ്പ് രാത്രി ആരെയും കടിക്കില്ല എന്നുള്ളതാണ്. മൂർഖൻ പാമ്പുകൾ ആളുകളെ രാത്രിയിൽ 7 മണി കഴിഞ്ഞാൽ കടിക്കാറേയില്ല. അത്രയ്ക്കും ബലം പ്രയോഗിച്ചാൽ മാത്രമേ ഒരു മൂർഖൻ പാമ്പിന് രാത്രിയിൽ കടിക്കാൻ കഴിയുള്ളൂ. ഒരു സംഭവമല്ല, തുടർച്ചയായി കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവം. കഴിഞ്ഞ ദിവസം ആരും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ കൊച്ചിയിലെ ഒരു പെൺകുട്ടിയുടെ, ഒരു ഹോട്ടൽ മുറിയിൽ ഒരു പെൺകുട്ടിയുടെ കൊലപാതകം. വലിയ വാർത്തകളാവുന്ന സംഭവങ്ങളുണ്ട്, എന്നാൽ വാർത്തകളാവാത്ത സംഭവങ്ങളുണ്ട്. കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൻ്റെ കണക്കിലല്ല ഞാൻ പറയുന്നത്, സ്വഭാവത്തിൻ്റെ കണക്കിൽ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം നേർചിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളം ഏതോ വലിയ അപകടത്തിലേക്ക്
സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു അതിശയോക്തി കലർന്ന വിമർശനമായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ഒന്നല്ല. എവിടെയാണ് നമ്മുടെ സാംസ്കാരിക കേരളം നിൽക്കുന്നത്? കേരളത്തിൽ സാമൂഹ്യ നീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളം അതിൻ്റെ ഇൻഡെക്സ് എവിടെയാണ്? ഇവിടെ പല ഏജൻസികളും പല ഇൻഡെക്സുകളും പറയുന്നുണ്ട്. സത്യസന്ധമായി നോക്കിയാൽ കേരളത്തിൽ ഇതിൻ്റെ ഇൻഡെക്സ് എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിൻ്റെ സമ്പദ്ഘടന, സാമൂഹ്യ രംഗത്തെ സ്ഥിതിവിശേഷം, മതസഹിഷ്ണുത, ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അപായകരമായ ഒരു മരണമണി അത് മുഴങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാവില്ല. ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ചാണ് എല്ലാവർക്കും സംശയമുള്ളത്. എങ്ങനെ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? ഒരു തനത് കേരളം തിരിച്ചെടുക്കാൻ കഴിയും? കേരളത്തെക്കുറിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എളുപ്പത്തിൽ നമ്മെ പ്രതിരോധത്തിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്ന എന്തിനേയും നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ നെറേറ്റീവ് എങ്ങനെയാണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് അതിലെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? കാതലായൊരു പ്രശ്നം നാം നേരിടുന്നുണ്ട്. കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ, സാമ്പത്തിക പ്രതിസന്ധി, അക്രമങ്ങൾ, അസമത്വം, ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ നാം കേരളത്തിനെതിരെ തന്നെ സംസാരിക്കുകയാണോ? വളരെ ഫലപ്രദമായി നമ്മെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യചിഹ്നം അതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവരും ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നവരിലും നമ്മുടെ സംവേദനക്ഷമത എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമുണ്ട്. നാം കേരളത്തിനെതിരാണോ? നാം എഴുതുന്നതും പറയുന്നതും കേരളത്തിനെതിരാണെന്നുള്ള ധാരണ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെ അങ്ങനെ മാറ്റിമറിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് കേരളമാണ് എന്നുള്ള മറുവാദം ശക്തമായി നിലനിൽക്കുന്നത്? അപ്പം കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് മാറ്റം വരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സംവേദന മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണോ ഞാൻ എൻ്റെ യുവ സുഹൃത്തുക്കളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു? കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോഴും കേരളത്തിൻ്റെ പട്ടിണിയെക്കുറിച്ച് പറയുമ്പോഴും വികസനത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഒരു സൊമാലിയ പരാമർശം പോലും സംഘികൾ കേരളത്തിനെതിരായിട്ടുള്ളവരാണ്, കേരളത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന് എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു പ്രതലം ഇവിടെ നിൽക്കുകയാണ്. നാം എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ളത് ശരിയായി കരുതലോടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമായി ഞാൻ കണക്കാക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിജി ലോകത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ എങ്ങനെ രാഷ്ട്രീയ പരിവർത്തനത്തിന്, വ്യവസ്ഥ പരിവർത്തനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വേറെ ഒരു റോൾ മോഡൽ ഇല്ല. 2014 നമ്മുടെ രാജ്യത്ത് മുഴുവനുണ്ടായിരുന്ന ജനസമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് യുവസമൂഹത്തിൻ്റെ ആവലാതികൾ, നിരാശ, അതിനെല്ലാം ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു ജനവികാരം, ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം, ഒരു കൊടുങ്കാറ്റായി അതിനെ മാറ്റാൻ മോദിജിക്കും ടീമിനും അന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടലുകൊണ്ട് സാധിച്ചു. പിന്നീട് പല രാജ്യങ്ങളും മോദിയെ പരീക്ഷിക്കാനാണ്, അദ്ദേഹത്തിൻ്റേത് പകർത്താനാണ് പല രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ, പല ജനാധിപത്യ രാജ്യങ്ങളിലും ഭരണാധികാരിമാർ ശ്രമിച്ചത്. എല്ലാവരും വിലയിരുത്തി ഇതൊരു വൺ ടൈം മാജിക് മാത്രമാണ്.
2019 തെരഞ്ഞെടുപ്പിൽ മോദി ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ ഒരു ആങ്കർ, ഒരു 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 എന്താ പറയുക, ഒരു വൈരാഗ്യം, അത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം, ഒരു കനൽ അന്നുണ്ടായിരുന്നില്ല. 5 വർഷം കൊണ്ട് നരേന്ദ്രമോദി വരുത്തിയ മാറ്റങ്ങൾ യുവസമൂഹത്തിൻ്റെ, ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ പ്രതിഷേധ കൊടുങ്കാറ്റിനെ തണുപ്പിച്ച്. പക്ഷെ ആ സന്ദർഭത്തിലും നരേന്ദ്രമോദി അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ശരിയായി മനസ്സിലാക്കി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 2019 മോദിക്ക് അത്ഭുതം ആവർത്തിക്കാൻ കഴിഞ്ഞു. 2024 എത്തി നിൽക്കുമ്പോൾ പലതും മറന്നു കഴിഞ്ഞിരിക്കുന്നു. 2014 കന്നി വോട്ട് ചെയ്ത പലർക്കും ഉണ്ടായിരുന്ന അനുഭവമല്ല 2024 ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന യുവതലമുറയ്ക്ക് ഇപ്പോഴുള്ളത്. അവർക്ക് എണ്ണിയാലൊടുങ്ങാത്ത 0 ഡിജിറ്റുകളുടെ 2G സ്പെക്ട്രത്തെക്കുറിച്ചോ 3G സ്പെക്ട്രത്തെക്കുറിച്ചോ, നമ്മുടെ റോഡുകൾ പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. 2014 മുമ്പ് ഇന്ത്യ എന്തായിരുന്നുവെന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഓർക്കാനേ കഴിയില്ല. കാരണം 1 വർഷം മുമ്പ് നടന്നതുപോലും നമ്മുടെ ഓർമ്മയിലില്ല. 2014 മുമ്പ് ഇവിടുത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുമ്പോഴും മൂക്കുപൊത്തിയിട്ട് വേണമായിരുന്നു നമ്മൾ പോകാൻ. തീവണ്ടിയിൽ കയറിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് രാവിലെ ജനൽ താഴ്ത്തുകയാണ്. കാരണം നമുക്ക് പാളത്തിലേക്ക് നോക്കാൻ കഴിയില്ല. അത്രമാത്രം മാലിന്യമുക്തമായിരുന്നു 2014 മുമ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും പൊതു ഇടങ്ങളും. ഇന്നത്തെ ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ അത് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലതില്ല. ഇന്ന് 97% ഇന്ത്യൻ തീവണ്ടികളിലും ബയോ ടോയ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 3% പാസഞ്ചർ തീവണ്ടികളിൽ മാത്രമാണ് ബയോ ടോയ്ലറ്റുകൾ ഇനി ഇല്ലാത്തത്. അതും ഒരു 2-3 മാസം കൊണ്ട് പൂർത്തിയാവും. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. അപ്പോൾ 2014 ഇന്ത്യ അല്ല 2023 ഇന്ത്യ. നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് അന്നത്തെ ഒരു ഇടപെടൽ കൊണ്ട്, അല്ലെങ്കിൽ അന്നത്തെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും പറഞ്ഞാൽ നമ്മുടെ യുവതലമുറയ്ക്ക് എത്രമാത്രം അത് ബോധ്യമാവുന്നുണ്ട് എന്നുള്ളത് നാം സ്വയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 10 വർഷത്തെ ഗ്യാപ്പ് ചെറുതല്ല. ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാറുന്ന ഇന്ത്യയിൽ, കഴിഞ്ഞ ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും മോദിയും ടീമും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രചാരണ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് എല്ലാവരും കൗതുകപൂർവ്വം വീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, നമ്മുടെ ശത്രു ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ഇടം? 3 പേർ ഓടുകയാണ്. ഇപ്പം നമ്മൾ 3-ാം സ്ഥാനത്താണ് ഓടുന്നത്. നമുക്ക് എങ്ങനെയായിരിക്കും 1-ാം സ്ഥാനത്ത് വരാൻ കഴിയുന്നത്? ഇതിനിടയിൽ നമ്മൾ ആരെ മറികടന്നുകൊണ്ട് വേണം 1-ാം സ്ഥാനത്തേക്ക് വരാൻ? ഈ ഒരു പ്രശ്നം നമ്മളെ മറ്റു പല സംസ്ഥാനങ്ങളിലും അലട്ടാത്ത ഒരു പ്രശ്നം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ ശബരിമലയെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ശബരിമലയ്ക്ക് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് മാറിയത്? അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എല്ലാം മറന്ന് യോജിക്കാൻ തയ്യാറായ വിശ്വാസി സമൂഹം അപ്പോൾ അത് നമ്മുടെ അനുഭവം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്തരം ഗൗരവതരമായ ഇടപെടലുകൾ നടത്തുമ്പോൾ നമ്മൾ ശരിയായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം
അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല കേരളത്തിൻ്റെ മനസ്സ് കീഴടക്കുക എന്നുള്ളത്. കേരളത്തിന് ശരിയായ ഒരു ആധ്യാത്മിക മനസ്സുണ്ട്. കേരളത്തിന് ശരിയായ ഒരു ദേശീയ മനസ്സുണ്ട്. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നതിനേക്കാൾ ദേശീയബോധവും ആധ്യാത്മിക ചിന്തയും ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു മണ്ണാണ് നമ്മുടെ കേരളം. ജനസംഖ്യയിൽ 50% മാത്രമേ ഹിന്ദുക്കളുള്ളൂ എന്നുള്ളത് അതിനൊരു തടസ്സമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിൻ്റെ ശരിയായ ആധ്യാത്മിക മനസ്സിനെ, സാംസ്കാരിക മനസ്സിനെ, ദേശീയ മനസ്സിനെ ഉദ്ദീപിപ്പിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി നമുക്കുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ മാർഗം പലതരത്തിൽ ചിന്നിച്ചിതറിപ്പോവുകയാണോ എന്നുള്ളൊരാശങ്ക ഞാൻ പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൊണ്ട് മാത്രം ഉണ്ടാവേണ്ട ഒരു പരിവർത്തനത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ശരിയായ ഒരു തനത് പരിവർത്തനമുണ്ടാക്കാൻ ആവശ്യമായ ഹോംവർക്ക് എവിടെയാണ് നാം സംസാരിക്കേണ്ടത്, എന്താണ് നാം പറയേണ്ടത്, ഏതിൽ നാം മുറുകെ പിടിക്കണം, അജണ്ട ആര് തീരുമാനിക്കും, എല്ലാത്തിൻ്റെയും പിന്നാലെ പോകേണ്ടതുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വിവേചനപരമായി വിവേകബുദ്ധിയോടെ കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പരിശ്രമിക്കുന്നവരാണ്. തനതായൊരു ഇടം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് സാമൂഹ്യ മാധ്യമ രംഗത്ത്. ആ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമ രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്തുന്നവർക്ക് ഒരു കൂട്ടായ നേതൃത്വമുണ്ടോ? ശരിയാണ്, നമുക്ക് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയ എല്ലാം അവനവൻ്റെ ഇടം തന്നെയാണ്, അവനവൻ്റെ നിലപാടുകൾ തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂർ കൊണ്ട് മിത്ത് ആണെന്ന് പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് സാമൂഹ്യ മാധ്യമ രംഗത്ത് മറ്റുള്ളവർ സംഘിപ്പട്ടം ചാർത്തി ചാണക സംഘികൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന ആളുകളുടെ ഇടപെടലിൻ്റെ ശക്തി തന്നെയാണ്. ശബരിമലയിൽ നിലപാട് തിരുത്തി വീട് വീടാന്തരം കയറി ഞങ്ങൾ വിശ്വാസി സമൂഹത്തിനോടൊപ്പമാണ് എന്ന് CPM പോലൊരു പാർട്ടിക്കും പിണറായി വിജയനെ പോലെ ധാർഷ്ട്യമുള്ള ഒരു നേതാവിനും തിരിച്ചു പറയേണ്ടി വന്നത് കോൺഗ്രസിൻ്റെ ഇടപെടൽ കൊണ്ടല്ല, ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ്. ഇവിടെ നടക്കുന്ന സാമൂഹ്യ മാറ്റത്തിന് പിന്നിൽ ശക്തമായിട്ടുള്ള പല തീരുമാനങ്ങളും മാറ്റിമറിക്കാൻ കഴിയുന്നത് നമ്മുടെ ഇടപെടലുകൾ കൊണ്ടാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ ക്രൈസ്തവ സമൂഹവും CPMനെതിരായി അവരുടെ ബാലറ്റിൽ അവരുടെ ബട്ടൺ അമർത്തിയതിന് പിന്നിൽ പോലും ആ കാലത്ത് ആലപ്പുഴയിൽ നടന്ന അല്ലെങ്കിൽ പാലാ ബിഷപ്പിനെതിരെ നടന്ന സംഭവങ്ങളെ തുടർന്നുണ്ടായ പ്രചാരണ കോലാഹലങ്ങളാണ്. സമൂഹത്തെ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രചാരണം നടത്താൻ നമുക്ക് സാധിക്കുന്നു. സമൂഹത്തിൻ്റെ ആകെ മാനസിക നിലയിൽ ചിന്താഗതിയിൽ പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു. പാലാ ബിഷപ്പിൻ്റെ കാര്യവും ആലപ്പുഴയിലെ കുന്തിരിക്കത്തിൻ്റെ കാര്യവും ഇവിടെ മറ്റൊരു പ്രസ്ഥാനവും ഉന്നയിച്ചിട്ടില്ല.
ഒരാളും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാർ BJP ഒഴിച്ച് വേറെ ആരും തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടില്ല. ഒരു കോൺഗ്രസ് ഹാൻഡിലും പാലാ ബിഷപ്പിനെതിരായിട്ടുള്ള പ്രസ്താവനയോ അതിനെ തുടർന്നുണ്ടായ ചർച്ചകളിലോ അവർ ബന്ധപ്പെട്ടിട്ടില്ല. ഒരു BJP RSS ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും കുന്തിരിക്കം കത്തിക്കുന്ന പിന്നെ കരുതിക്കോ എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം ഒരു അലയൊലിയായി ഉയർന്നിട്ടില്ല. എൻ്റെ പോയിന്റ് അവിടെ തന്നെയാണ്. ശബരിമല മുതൽ ഇങ്ങോട്ട് നോക്കുന്ന എല്ലാ കാര്യങ്ങളിലും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗണപതി വിഷയത്തിലും സമൂഹത്തിൽ അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നാം ചിന്തിക്കുന്നിടത്തേക്ക് മറ്റുള്ളവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനിടയിൽ നിൽക്കുന്ന ആളുകളെ, ശത്രു ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിയായ ബോധ്യം കുറച്ചുകൂടി, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല, കുറച്ചുകൂടി ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നെൻ്റെ അഭിപ്രായം എനിക്കുണ്ട്. എല്ലാ കാലത്തും ശക്തമായ ഇടപെടലുകൾ നടത്താനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനും ശക്തിയുള്ള നമുക്ക് അതിനെ നാം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഗൗരവപൂർവമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ, ആത്മപരിശോധന ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. 2024 നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതും ഒരുപക്ഷെ സർവ്വ റെക്കോർഡുകളും തകർത്ത് മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ളതും ഇവിടെ ആരും നിഷേധിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഏതൊരു കോൺഗ്രസ്സുകാരനോടും ഏതൊരു CPMകാരനോടും പോയി ചോദിച്ചാലും അവർ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് മോദി തന്നെ ആയിരിക്കും എന്നുള്ള ഉത്തരമാണ് അവർ പറയാൻ പോകുന്നത്. സ്വകാര്യ സംഭാഷണത്തിൽ നിങ്ങൾ ഇവിടുത്തെ MPമാരോട് പലരോടും, എനിക്ക് നേരിട്ട് വ്യക്തിപരമായ പരിചയമുള്ള പല MPമാരും തന്നെ സർക്കാർ മോദി തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, അതിൽ കേരളത്തിൻ്റെ സംഭാവന എന്തായിരിക്കും? കേരളം ഒരു സംഭാവനയും നൽകിയില്ലെങ്കിലും മോദിക്ക് സുഗമമായി അടുത്ത 5 വർഷം ഭരിക്കാനും അത് കഴിഞ്ഞ് അടുത്ത അതിൻ്റെ 5 വർഷം BJPക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം 2024 കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരിണാമം എന്തായിരിക്കുന്നത്? ഇത്രയും വിശാലമായിട്ടുള്ള ശക്തിയുള്ള, ഇത്രയും ശക്തമായിട്ടുള്ള സ്വാധീനശേഷിയുള്ള, മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വലിയൊരു ജനസമൂഹം നമ്മുടെ കൂടെ ഉണ്ട്. സാമൂഹ്യ മാധ്യമ രംഗത്ത് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ഒരു വലിയ ശക്തി നമ്മുടെ കൂടെ ഉണ്ട്. ആ ശക്തിയെ ശരിയായ രീതിയിൽ വിന്യസിച്ച് കൃത്യമായ ഉദ്ദേശത്തോടുകൂടി അതിനെ പരിവർത്തിപ്പിച്ച് നേരായ ലക്ഷ്യത്തിലേക്കൊരു പടയണിയായി അവരെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ എനിക്ക് യാതൊരു സംശയവുമില്ല 2024 കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2024 മെയിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എല്ലാ ശക്തികളെയും സമാഹരിച്ച്, ഇത് മോദിയുടെ ആവശ്യമല്ല, BJPയുടെ ആവശ്യമല്ല, മറിച്ച് കേരളത്തിലെ ഓരോ സാധാരണ പൗരന്റെയും ആവശ്യമാണ്, അവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇന്നിപ്പോൾ ഡിഗ്രി ക്ലാസ്സുകളിൽ പോലും 10,000-കണക്കിന് സീറ്റുകളാണ് കേരളത്തിൽ ഒഴിവുള്ളത്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജുകളിൽ, നമ്മളൊക്കെ മഹാരാജാസ് കോളേജൊക്കെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പണ്ടത്തെ ഒരു അനുഭവമുണ്ട് ചെറുപ്പക്കാർ. ആ മഹാരാജാസ് കോളേജിൽ പോലും സാധാരണ ഗ്രാജുവേഷൻ കോഴ്സുകളിൽ പോലും പഠിക്കാൻ കുട്ടികളില്ല. നമ്മൾ വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകളെ കുറിച്ചൊക്കെ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുമ്പോഴും
ചെറിയ ക്ലാസ്സുകളിൽ, സാധാരണ ഡിഗ്രി ക്ലാസ്സുകളിൽ പോലും കേരളത്തിൽ പഠിപ്പിക്കാനോ കുട്ടികൾക്കോ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്കോ താല്പര്യമില്ലാത്തൊരു സ്ഥിതി. ശരിയാണ്, വീണ വിജയനും കമ്പനിക്കുമൊക്കെ ഒരു ജോലിയും ചെയ്യാതെ മാസപ്പടി കിട്ടുന്നുണ്ടാവും. പക്ഷെ ഒരു സംരംഭകനും കേരളത്തിൽ വന്ന് മുതൽ മുടക്കാനോ 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായം സ്ഥാപിക്കാനോ ഒന്നും കേരളത്തെ സ്വീകരിക്കാത്ത ഒരു നിലയിലേക്ക് നമ്മൾ എന്തുകൊണ്ട്, എത്ര കാലം ഇനി ഇങ്ങനെ കേരളത്തിന് കടം വാങ്ങി പിടിച്ചു നിൽക്കാൻ കഴിയും? എത്ര കാലം കേരളത്തിന് ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയും? എല്ലാ മേഖലകളിലും തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇനി എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഗൗരവതരമായ ചോദ്യമാണ്. ഇതിന് ഒരു ഭരണമാറ്റം കൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ആൾ മാറി ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നവർ കേരളത്തിൻ്റെ ഭാവിയെ ഓർമ്മിക്കുന്നേയില്ല. പിണറായി വിജയൻ സർക്കാർ പരാജയപ്പെട്ട് ഒരു വി ഡി സതീശൻ സർക്കാർ വരണം എന്ന് വിചാരിച്ചാൽ കേരളത്തിന് എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുണ്ടാവുന്നത്? ഈ സർക്കാരിനെ പരാജയപ്പെടുത്തി, ഈ രാഷ്ട്രീയത്തെ തന്നെ പരാജയപ്പെടുത്തി ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ശരിയായ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അത് നടക്കണം, അത് നടക്കും. അതിന് ഒറ്റപ്പെട്ട തുരുത്തുകളായി, പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകളായി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകരെല്ലാം വേറെ വേറെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം മനസ്സിലാക്കി എല്ലാ ഇടങ്ങളും, സാമൂഹ്യ മാധ്യമ ഇടങ്ങളും സംയോജിപ്പിച്ച് ഒരു ചരടിൽ കോർത്തിണക്കി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അടുത്ത 8 മാസം തീവ്രമായി ശക്തമായി വിജയം എന്നുള്ള ലക്ഷ്യത്തിലെത്തുന്നത് വരെ പരിശ്രമിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കൈവെള്ളയിൽ കേരളത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തിനത് തുടക്കമാവും. കാവിപ്പട കഴിഞ്ഞ 2 വർഷവും എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, കേരളത്തിലെ ഓരോ നാഡീസ്പന്ദനത്തെയും മനസ്സിലാക്കി അതിനനുസരിച്ച് ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ് എന്നുള്ള കാര്യം അഭിമാനത്തോടെ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ മാതൃകയാക്കി ലക്ഷോപലക്ഷം വരുന്ന വ്യക്തിഗത ഹാൻഡിലുകളും സോഷ്യൽ ഗ്രൂപ്പുകളെയും എല്ലാം സംഘടിപ്പിച്ച് ഒരു പൊതുമുന്നേറ്റത്തിന് നേതൃത്വം നൽകാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകാൻ, ഒരു പൊതുവായ ആവശ്യത്തിന് വേണ്ടി, കേരളത്തിൻ്റെ ഒരു തനതായ പരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കേരളത്തിലെ എല്ലാ ദേശീയ സംഘടനകളും തയ്യാറാവും. ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും മുന്നിൽ നിന്ന് നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാവും എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും മാസങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, 4 കോടി മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് വരുന്നത്. ആ ഉത്തരവാദിത്വം സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് നമ്മുടെ ഈ ആശയത്തെ സംബന്ധിച്ച്, നിലപാടുകളെ സംബന്ധിച്ച് വലിയൊരു നെറേറ്റീവ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് ജയിച്ചേ മതിയാവുള്ളൂ. അത് മണിപ്പൂരിൻ്റെ കാര്യത്തിലായാലും UCCയുടെ കാര്യത്തിലായാലും ക്രൈസ്തവ വേട്ടയുടെ കാര്യത്തിലായാലും ഇതുപോലെ നിരവധി കാര്യങ്ങൾ കേരളത്തിൽ പറയുന്ന പ്രചാരണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ശക്തമായി ഇടപെടേണ്ടടുത്ത് ഇടപെടുകയും മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുകയും അടിക്കേണ്ട സമയം വരുമ്പോൾ അടിക്കുകയും പിൻവാങ്ങേണ്ടടുത്ത് പിൻവാങ്ങുകയും ചെയ്ത് ഒരു കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി യുദ്ധം ജയിക്കാൻ എല്ലാ അടവുകളും തന്ത്രങ്ങളും പയറ്റി മുന്നോട്ട് പോകുന്ന, വികാരത്തേക്കാൾ വിവേകം നയിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. നന്ദി സുരേന്ദ്രേട്ടൻ. അടുത്തതായി